ഇപ്പോൾ അയൽവാസികളൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇവർ കുറേ ആയോ ഇവിടെ താമസം തുടങ്ങി? 5 വർഷമായി. 5 വർഷമായി. കുട്ടി നാട്ടുകാരോടൊക്കെ നന്നായിട്ട് നല്ല മോനാണ്. നല്ല മോനെന്ന് വെച്ചാൽ എല്ലാ ഉപകാരങ്ങളും ഉള്ള നിഷ്കളങ്കനായ മോനാണ്. ഒരു ലഹരിയില്ല, ചീത്ത കൂട്ടുകെട്ടില്ല, ഒന്നുമില്ല. പഠിക്കണോ അവൻ്റെ ഉപ്പയും അങ്ങനെ തന്നെ. വേറെ ഒരു വീട്ടിൽ പേര് വെള്ളം കുടിക്കുന്നതൊന്നും എൻ്റെ ഉപ്പയ്ക്ക് ഇഷ്ടമല്ല. എല്ലാം അയാൾ എന്നെ അധ്വാനിച്ച് കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാം അയാൾ ചെയ്യുന്ന മാത്രം മതി എന്നുള്ളൊരു കണ്ടീഷനുള്ള മോനാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരുപാട് വർഷം ഗൾഫിലായിരുന്നു. പിന്നെ അവർക്ക് ഒരു വീടുണ്ടാക്കുന്നുണ്ട്. പണി സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ ഇങ്ങനെ വാടകയ്ക്ക് താമസിച്ചത്. അടി ഉണ്ടാക്കി വന്ന അന്ന് കണ്ടിരുന്നോ ചേച്ചി? ഇല്ല, ഞാൻ കണ്ടില്ല. കാരണം എന്ന് വെച്ചാൽ രാത്രിയാണ് ഇവൻ വരുന്നത്. ഇവൻ 4 മണിക്കാണ് ഇവന് ചായക്ക് കനം വാങ്ങാൻ പോകുന്നത്. അത് ഞാൻ കണ്ടിരുന്നു. ഇവന് പോകുന്നത് എൻ്റെ ഉമ്മ പറഞ്ഞു, ഈ എന്തെങ്കിലും ഇവർക്ക് ചായക്ക് കനം വാങ്ങിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു വിട്ടതാണ്. ഇവരിങ്ങനെ ലേറ്റായപ്പോൾ പിന്നെ കുട്ടി വരുന്നില്ല. അങ്ങനെ പോയി അന്വേഷിച്ചപ്പം കുറേ താമസിച്ച്. അങ്ങനെ ഇവന് എന്താ പറയുക, ഒരു ഭയങ്കര ക്ഷീണമായിപ്പോയി ഇവന്. അങ്ങനെ വന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഇവന് ബ്ലഡ് കോട്ടായിപ്പോയിക്ക് അവൻ്റെ തലച്ചോറിൽ. അങ്ങനെ അവന് വന്ന് കിടന്ന് ആരോടും പറഞ്ഞില്ലെങ്കിൽ പിന്നെ അന്നപ്പം തന്നെ കൊണ്ടുപോകായിരുന്നു. അന്നും ചെയ്തില്ല. പിന്നെ വെളിയിൽ എന്ത് ചെയ്തു, പിന്നെ താമരശ്ശേരി ഹോസ്പിറ്റലിൽ. അതുമല്ല, ഇവിടെ ഒരു വഴിയുണ്ട്, വഴിയിലേക്ക് വണ്ടി വരില്ല ഇവിടെ ഉള്ള. ആ വഴി കാരണമാണ് ഇപ്പോൾ ഞങ്ങളിവിടെ 2 മരണം ഇപ്പം നടന്ന്. വണ്ടി തീരെ വരില്ല. കാരണം ഒരു ഓട്ടോ വരണമെങ്കിൽ ചെറിയ കുഞ്ഞു ഓട്ടോ മാത്രമേ വരുള്ളൂ, വലിയ ഓട്ടോകളൊന്നും വരില്ല. കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെ ഒരു മോനും മരിച്ച്, ബാത്റൂമിൽ മരിച്ച് പോയിട്ട് ആംബുലൻസിന് വരാൻ പറ്റാത്തത് കൊണ്ട് ആ മോനും മരിച്ചു പോയി. ഇതും അങ്ങനെ തന്നെ. നമുക്കിപ്പോൾ ഇവിടേക്ക് ഒരു കുട്ടീനെ കൊണ്ടുപോകാൻ അല്ല ആരെങ്കിലും അസുഖം വന്നാൽ ഒരു ആംബുലൻസ് വരാനുള്ളൊരു ചാൻസേ ഇല്ല. കാരണം ഇവിടെ കൊണ്ടുപോകുന്നത് രാത്രി ആയിരിക്കും അവനെ കൊണ്ടുപോകുമ്പോൾ ഒരു 3:30, 2:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവനെ താമരശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മെഡിക്കൽ കോളേജിൽ. അപ്പം പിന്നെ അവിടെ കൊണ്ടുപോയപ്പോൾ ഒരു 3:30 ഉണ്ടാവും. അപ്പോഴത്തേന് തന്നെ ഇവന് സത്യത്തിൽ അവൻ കഴിഞ്ഞുണ്ടാവും. കാരണം ഒരു മിടുപ്പങ്ങനെ 30% എന്ന് പറഞ്ഞാൽ 100%-ൽ 30% എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതം തന്നെ എല്ലാം പോയിണ്ടാവും. അപ്പോൾ അവന് ICUവിൽ വെച്ച് നിന്ന് ആരോടൊന്നുമില്ലാത്തൊരു കുട്ടിയായിരുന്നു. കുട്ടി എന്ന് വെച്ചാൽ നല്ല കുട്ടി. കാരണം എന്ന് വെച്ചാൽ ഇവന് ആരോടും ഒന്നിനില്ല. ഞാനിപ്പോഴും പറയും, അവന് പഠിച്ചിട്ട് ഇപ്പോഴേക്കൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് നല്ല വീടൊക്കെ വെക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുള്ള പഠിച്ചെൻ്റെ മെമ്മറിയിൽ വെച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞ്. ലാസ്റ്റ് വാക്കാണ് അവൻ പറഞ്ഞത്, ഞാൻ പഠിച്ചെൻ്റെ മെമ്മറിയിൽ വെച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിലേക്കുള്ളത്. അപ്പോൾ അത്ര പോലും നല്ലൊരു മോന്, പഠിക്കാനും നല്ല മിടുക്കാനും നിഷ്കളങ്കനായ, എപ്പോഴൊരു പുഞ്ചിരി, അല്ലാണ്ട് ഓവർ സംസാരിക്കൂല, ചീത്ത കൂട്ടുകളില്ല, ഒന്നുമില്ല. നല്ലൊരു മോന്. ഇപ്പോൾ ഈ പ്രതികളെന്ന് പറയുന്നത് കൂട്ടുകാരനുള്ള ആൾക്കാരായിരുന്നു ആയിരിക്കും. അല്ലാണ്ട് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ചുറ്റുപാടുള്ള കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്. പക്ഷെ ഓരോന്നല്ല, അല്ലാതെ ഇവന് തകർക്കണമെന്നുള്ളൊരു മനസ്ഥിതിയുള്ള കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്. പക്ഷേ ഇവന് പോലും അറിയില്ല. അവന് സാധനം വാങ്ങാൻ പോയതല്ലേ, അപ്പോഴല്ലേ അവനെ കൂട്ടിക്കൊണ്ടുപോണ്, വണ്ടി കൂട്ടിക്കൊണ്ടുപോണ്, അടിക്കുന്നു, തിരിച്ചുവിടെ കൊണ്ടാക്കിയിടുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് വന്നാലും വേണ്ടിയില്ല, ഇവർക്ക് അത്ര ഇവനെ ചെയ്ത അവർക്ക് ആ ശിക്ഷ അനുവദിച്ച് കൊടുക്കണം. കാരണം വെച്ചാൽ വെറുതെ വിടരുത്. ഭാവിയിലേക്ക് ഇനി എന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലഹരി പദാർത്ഥങ്ങളാണ്, MDMA ആയിട്ടോ കഞ്ചാവായിട്ടോ എല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ആ കുട്ടിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തേ പറ്റുള്ളൂ. അതിനുള്ള നടപടികൾ എടുത്തേ തീരൂ.